ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ 10 മണി ചെടിയും ഇലച്ചെടികളും ഹാങ്ങിങ് പ്ലാന്റൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ഒരുപാട് കൊമ്പുകളും അതേപോലെ 10 മണീൻ്റെയൊക്കെ ഒരുപാട് തണ്ടുകൾ ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ അത് കളയാൻ തീരെ മനസ്സ് വരുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളാണ്. അതെല്ലാം ഒന്നും പിടിപ്പിക്കാൻ കഴിയില്ല, കുറേ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഹെൽത്തി ആയത് മാത്രം ഓരോന്നും ഓരോ ചട്ടിയിലേക്ക് നടാമെന്നാണ് വിചാരിക്കുന്നത്. ചെടിച്ചട്ടി 10 രൂപേൻ്റെ ചെറിയ ചെടിച്ചട്ടിയാണ്. അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഹോളൊക്കെ ഉള്ള ചെടിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും എടുക്കുന്ന പോലെ പോട്ട് മിക്സ് മണ്ണും മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ നന്നായി മിക്സ് ചെയ്തു. പിന്നെ ചെടിച്ചട്ടീൻ്റെ അടിയിൽ ഞാൻ കുറച്ച് തെർമോക്കോളിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാൻഡ് വാങ്ങിയപ്പോൾ കിട്ടിയ തെർമോക്കോളിൻ്റെ കഷ്ണങ്ങളാണിത്. അതിൻ്റെ ഹോൾസ് അടഞ്ഞു പോകാതിരിക്കാൻ അത് ഉപകരിക്കും. അപ്പോൾ അത് അടിയിലിട്ടിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ മണ്ണ് നിറച്ചത്. വെറും 3 ചട്ടിയിൽ മാത്രമേ മണ്ണ് നിറയ്ക്കുന്നുള്ളൂ. അത്രയുള്ളത് മാത്രമേ നടുന്നുള്ളൂ. ബാക്കിയുള്ളത് കളയാമെന്നാണ് കരുതുന്നത്. കളയുന്നില്ല, എവിടെയെങ്കിലും വെള്ളം നനവുള്ള പ്രദേശത്ത് കൊണ്ടിടാമെന്നാണ് വിചാരിക്കുന്നത്. അവിടുന്ന് മുളയ്ക്കുവാണെങ്കിൽ മുളച്ചോട്ടെ. ഇപ്പോൾ ചട്ടികളിലൊക്കെ ഞാൻ മണ്ണ് നിറച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മണ്ണ് കൊണ്ട് ചെറിയ ആവശ്യങ്ങളുണ്ട് കേട്ടോ. കുറച്ച് മണ്ണ് അധികം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ നിറച്ച ചട്ടിയിലേക്ക് ആദ്യം ഞാൻ വെള്ള 10 മണീൻ്റെ ഈ തണ്ടുകളാണ് കേട്ടോ കുത്തിവെക്കുന്നത്. കുറേ ഉണ്ടായിരുന്നു, കളയാൻ തീരെ തോന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകൾ നോക്കിയെടുത്ത് എല്ലാം അവിടെ ഇവിടെ എല്ലാമായിട്ട് കുത്തി വെച്ചു കേട്ടോ. ഇനി മറ്റൊരു ചട്ടിയിൽ നമ്മുടെ മഞ്ഞയും റോസും കളറുണ്ട് കേട്ടോ. അത് മനസ്സിലാവുന്നില്ല, എല്ലാം കൂടെ വെട്ടി കണ്ടിച്ചിട്ടത് കൊണ്ട്. അതും ഒരുപാടുള്ളത് ഇത് തന്നെയായിരുന്നേ. അതിൽ നിന്ന് അത്യാവശ്യം കുറച്ച് മാത്രമേ എടുത്ത് നടുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇത്രയൊന്നും അല്ല ബാക്കി കേട്ടോ. ഇതിൻ്റെ ഇരട്ടി ബാക്കിയുണ്ട്. അതെല്ലാം ഞാൻ നനവുള്ളൊരു സ്ഥലത്തേക്ക് വെറുതെ നിലത്തിട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു കളർ ചെടിയാണേ. ഇത് നല്ല ഭംഗിയാണ്. വെയിലത്തുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ടുണ്ടാവും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ ഇതേപോലെ വെറുതെ അതിൻ്റെ തളിര് തണ്ട് നോക്കിയിട്ടാണ് എടുത്ത്. മൂത്ത ഭാഗം എടുത്തില്ല കേട്ടോ. മുളച്ച് വന്ന പുതിയ തണ്ട് അത് ഇതേപോലെ ചട്ടി നിറയെ അതും കുത്തിവെച്ച് കൊടുത്തു കേട്ടോ. ബോർഡർ പ്ലാന്റൊക്കെ ആയിട്ട് വെക്കാൻ നല്ല ചെടിയാണിത്. വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും ഇലകൾക്ക്. ഇനി അടുത്ത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല പച്ചയാണ് ഇതിന്. എനിക്ക് പച്ചപ്പ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നട്ട് വളർത്തുന്നത്. അപ്പം അതിന് നമുക്ക് ഓൾറെഡി ഉള്ള ചെടിയിൽ തന്നെയാണ് നട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതാണ് അത്. കണ്ടോ, താഴേക്ക് അതിൻ്റെ ഒരേ ലെവലിൽ മുറിച്ചിട്ടുണ്ട്. മേൽഭാഗത്ത് ഈ ചെടീൻ്റെ മുറിച്ച ഭാഗങ്ങൾ വെച്ച് അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണിടാമെന്ന് വിചാരിക്കുന്നു. ഇത് നടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചെടിച്ചട്ടിയിൽ മണ്ണെടുത്ത് അതിന് മേലേക്ക് നമ്മുടെ ഈ പുല്ലാണ് ശരിക്കും ഇത് കേട്ടോ. പുല്ലിങ്ങനെ വെച്ച് കൊടുത്ത് അതിന് മേലേക്ക് കുറച്ച് മണ്ണിടുകയാണ് ചെയ്യുന്നത്. നട്ടപ്പോഴും ഞാൻ അങ്ങനെയാണ് നട്ടത്. പക്ഷെ നിങ്ങൾക്ക് കണ്ടോ, നീളം വെക്കുന്നുണ്ടെങ്കിലും നല്ല ഗ്യാപ്പുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ആയി പൊക്കോട്ടെ എന്നും കൂടി വിചാരിച്ചു. അപ്പം അതിൻ്റെ മേലേക്ക് പുല്ല് വെച്ചിട്ട് ഇത് ചാണകപ്പൊടിയും മണ്ണും നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പോട്ട് മിക്സ് തന്നെയാണ്. അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആദ്യം കുറച്ച് ഇട്ടു. അതൊന്ന് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നടായിരുന്നു കേട്ടോ. ഇനി ബാക്കിയുള്ള മണ്ണും കൂടി അതിൻ്റെ മേലേക്ക് തട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് വളരുവേ. 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മളിപ്പോൾ നട്ടത് നീണ്ടിറങ്ങാൻ തുടങ്ങും. അപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് ഉണ്ടാകും. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ വരുന്ന ദിവസങ്ങളിൽ ചാനൽ ഇടുന്നതാണേ. നമ്മൾ കുറച്ച് അധികം പോട്ട് മിക്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ പ്രൂൺ ചെയ്ത ചെടിച്ചട്ടികളിലൊക്കെ ഞാൻ ഇതേപോലെ മണ്ണ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ മണ്ണെല്ലാം മാറ്റി പുതിയ തൈ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അതിനുള്ളൊരു സമയവും അത്രയും ചെയ്യാനുള്ളൊരു പ്രയാസം ഉള്ളത് കൊണ്ട് തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണേ. കുറച്ചുകൂടെ ചാണകപ്പൊടി എടുത്ത് നേരത്തെ നമ്മൾ മുറിച്ച് വിട്ട ചെടീൻ്റെ ചോട്ടിലൊക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയൊന്ന് ചെടിച്ചട്ടിയും മണ്ണൊക്കെ അങ്ങനെ എടുത്ത് വെച്ചു. അടുത്ത ദിവസങ്ങളിൽ നടാം. പിന്നെ ഇവരെ വേര് പിടിക്കുന്നത് വരെ ഒന്ന് തണലത്ത് വെക്കണം. നമുക്ക് നല്ലൊരു തണൽമരം ഉണ്ട് മുറ്റത്ത്, നമ്മുടെ കാട്ടുചെമ്പകം. വൈകുന്നേര സമയത്താണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം തന്നെ നല്ല സുഗന്ധം വരുന്നുണ്ട്. മേലോട്ടൊക്കെ നിറയെ പൂവുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ വേണ്ടി. അപ്പം അതിൻ്റെ തണലിൽ തന്നെയാണ് നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ നമ്മൾ സേഫായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക്